ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അലൻ വേക്ക് 2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വോക്ക് ത്രൂ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. കുറച്ച് എപ്പിസോഡുകൾ എനിക്ക് തുടർച്ചയായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതിലേറ്റവും ഒരു പ്രശ്നം, ഇതിൽ കുറേ ടൈം എടുക്കും. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ടൈം എടുക്കും. കാരണം നിങ്ങൾക്ക് കൂടി മനസ്സിലാവണല്ലോ, ആ ഒരു തരത്തിൽ എഡിറ്റ് ചെയ്ത് സെറ്റാക്കുമ്പോഴേക്കും ടൈം എടുക്കും. അതിനിടയ്ക്ക് നല്ല ഇടിയും മഴയൊക്കെ കൂടിയാകുമ്പോൾ ഒന്നും നടക്കാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഓവർലാപ്പ് എന്ന് പറഞ്ഞ പൊസിഷനിലെത്തി. അതായത് ഡാർക്ക് പ്ലേസിലാണ് നമ്മളുള്ളത്. ഡാർക്ക് പ്ലേസിൽ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ നമ്മളെത്തി. ഓവർലാപ്പിലെത്തിയപ്പോൾ നമുക്ക് സാഗയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. റിയാലിറ്റിയിലുള്ള സാഗയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ട് റിയാലിറ്റിയിൽ സാഗയോട് കാര്യങ്ങൾ പറയണതാണ് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ശരിക്കും പാസ്റ്റിൽ നടന്ന കാര്യമാണ്. റിയാലിറ്റിയിൽ സാഗ ആൻഡർസൺ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം റീകളക്ട് ചെയ്തിട്ട് എല്ലാം സാഗോട് എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്തൊക്കെ ഡാർക്ക് പ്ലേസിൽ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ക്യാരക്ടറിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മിസ്റ്റർ സ്ക്രാച്ച് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇതുവരെയുള്ള വാക്ക് ത്രൂവിൽ ഞാൻ മനസ്സിലാക്കിയത് മിസ്റ്റർ സ്ക്രാച്ചിന് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്നാണ്. അപ്പോൾ മിസ്റ്റർ സ്ക്രാച്ച് വരുന്നത് അലൻ വേക്കിൻ്റെ ആദ്യത്തെ ഗെയിമിൽ ഒരു DLC ഉണ്ടായിരുന്നു. ആ DLCയിൽ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് മിസ്റ്റർ സ്ക്രാച്ച്. അപ്പോൾ മിസ്റ്റർ സ്ക്രാച്ച് മറ്റൊന്നുമല്ല, ഇവൻ്റെ തന്നെ മറ്റൊരു ഈവിൾ വേർഷൻ എന്ന് പറയും. അതായത് കാണാനൊക്കെ ഇവനെ പോലെ തന്നെ, പക്ഷേ ഡാർക്ക് പ്രിസൻസ് ക്രിയേറ്റ് ചെയ്ത ഇവൻ്റെ തന്നെ ഒരു ഈവിൾ വേർഷനാണ് മിസ്റ്റർ സ്ക്രാച്ച്. അപ്പോൾ ആളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവൻ എഴുതുന്ന സ്റ്റോറീസൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് റിയാലിറ്റി ആക്കി മാറ്റാണ് നമ്മുടെ മിസ്റ്റർ സ്ക്രാച്ചിൻ്റെ ഒരു മോട്ടീവ്. ഓക്കെ, സോ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. നമ്മൾ പോണ വഴിക്കൊക്കെ മിസ്റ്റർ സ്ക്രാച്ച് എന്ന് കേട്ടാൽ അതാരാന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലൈറ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലപ്പോൾ പോണ വഴിക്ക് നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇതാണ് പാർലമെന്റ് ടവർ. Our home in New York. Was I really this close to being home? Oh, നമ്മുടെ കയ്യിൽ 3 ലൈറ്റ് ഉണ്ട് കേട്ടോ. 3 ലൈറ്റ് ഉണ്ട് നമ്മുടെ. Would I be home? Or was this just an echo of the real thing? Even then, the murder site had brought me one step closer to escape. Phone ringing കേട്ടോ. Okay, let's see. The payphone at the edge of the plaza was ringing again. Thank God he picked up. I thought I lost you again. Who are you? Why are you helping me? Did you go deeper to the overlap? Are you talking about the murder site? Yeah, I did. Last episode. We're closer to getting out. We're making progress. Well, we would be if you would answer my damn questions. Last time we spoke, you were pretty worried about Alice. Did you ever check Parliament Tower? Make sure she really got out of the dark place? Well, of course she got out. That's why I'm here. That's the whole goddamn point. Be very careful, Alan. The dark presence is stealing from you. It can already manifest as your double. Scratch will come. Wait. Hello? Mr. Scratchന്റെ പേര് അവിടെയും വന്നു. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടർ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫോൺ കോളിൽ വന്നത് നമ്മുടെ വൈഫ് ആലീസ് ഇവിടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് വന്നു. അതായത് പാർലമെൻറ്റ് ടവറിലാണ് ഇവർ താമസിച്ചിരുന്നത്, ആലീസും നമ്മുടെ അലൻ വേക്കും. അപ്പോൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കി വന്നു ആലീസ് അവിടെ ഉണ്ടോയെന്ന്. പക്ഷേ അലന് അറിയാം, കാരണം അലൻ ഫസ്റ്റ് ഗെയിമിൽ ആലീസിനെ റിയാലിറ്റിയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവൻ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഡാർക്ക് സ്പേസിലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആലീസ് വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഫോൺ കോളിൽ ആൾ പറയണത് എന്താ വെച്ചാൽ, ഡാർക്ക് പ്രസൻസ് നിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നു. അതായത് ഡാർക്ക് പ്രസൻസിന് ഓൾറെഡി മിസ്റ്റർ സ്ക്രാച്ചായിട്ട് രൂപം മാറാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മിസ്റ്റർ സ്ക്രാച്ചാണ് ഇവൻ്റെ നോവൽസൊക്കെ റിയാലിറ്റി എഡിറ്റ് ചെയ്തിട്ട് റിയാലിറ്റിയിലേക്ക് ആക്കുന്നത്. അപ്പോൾ വി നീഡ് ടു ബി കെയർഫുൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഗെയിമിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ.
writer. The writer. Maybe he was a victim. The cult, using his words. Or maybe he was the monster behind it all. Either way, Alice Wake, his ex, she knew things. It was there in her art for all to see. A cry for help. The darkness she'd witnessed. And that put her in danger. Was Alice here? In the story? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കേട്ട എക്കോ അല്ലെങ്കിൽ ആ വോയിസ് ഓവർ അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയും. അതായത് അത് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇവ എഴുതിയ സ്റ്റോറിയിലത്തെ ഒരു പോർഷനാണ്. അപ്പോൾ ആ പോർഷനിൽ ആലീസിൻ്റെ പേര് വന്നു. അപ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ആലീസ് ഈ സ്റ്റോറിയിൽ വരാൻ ഒരു സാധ്യതയില്ല. കാരണം ഇവ എഴുതിയിട്ടില്ല. ആലീസിൻ്റെ പേര് അവൻ്റെ നോവൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആലീസിൻ്റെ പേര് ഇതിൽ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആലീസിൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ അവളും ഈ ഡാർക്ക് സ്പേസിലുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നോട്ട് ഷുവർ. അവർ അതാ ഉദ്ദേശിച്ച് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവളിവിടെ ട്രാപ്പഡ് ആയിരിക്കണം. ഓ ഓക്കേ. Alice's photo equipment. Set to go off when the door opens. ആലീസിൻ്റെ ഫോട്ടോ എക്യുപ്മെൻറ്റ്സ് ആണിത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. ഇനീസിയേഷൻ 3. ഓക്കെ. ഇതിൻ്റെ ഉള്ളിലുണ്ടോ തോന്നുന്നു ആലീസ്. സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ കേട്ടോ. ആലീസിനെ കാണാനില്ല. ഇത് കണ്ട പ്ലേറ്റ് എന്തൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് ഇവിടെ. ഇതെന്താണ്? Alice. Pick photos for exhibition posters. This is a photo of Scratch. ആ ഓക്കെ, How did കണ്ട. Alice get this? ഇതാണ് സ്ക്രാച്ച്. സ്ക്രാച്ചിൻ്റെ ഫോട്ടോ ആണിത്. കാണുമ്പോൾ നമ്മളെ പോലെ തന്നെയാണ്, പക്ഷേ അത് ഡാർക്ക് പ്രസൻസ് ആണ്. ഓക്കെ, അവനെന്താണ് ഇവിടെ കാര്യം? നമ്മുടെ ഭാര്യനെ ആലീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. പക്ഷെ ആലീസിനെ കാണാനില്ല കേട്ടോ. ആലീസ് ഇപ്പോൾ ഏത് എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. റിയാലിറ്റിയിലാണോ അതോ ഡാർക്ക് സ്പേസിൽ തന്നെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഓ, ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആട്ടോ. ഫുൾ അപ്പാർട്ട്മെൻ്റാണ്. കണ്ടോ, നല്ല വലിയ അപ്പാർട്ട്മെൻ്റാണ്. This is the door to my study, where I wrote my books. This symbol wasn't here before. ഓ, സ്ട്രേഞ്ച്. ഓക്കെ, ഇത് ഇവൻ്റെ സ്റ്റഡി റൂമാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം ഇവനെ തോന്നുന്നത് അത് കണ്ടു. ഒരു സ്പൈറൽ ഡോറിൻ്റെ മുകളിൽ ആ സിമ്പിൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല എന്ന് പറയണത്. സ്ട്രേഞ്ച്. നമ്മുടെ ആലീസ് എവിടെ? Alice's video camera. No memory card inside. ഓ, ഇത് ആലീസ് യൂസ് ചെയ്യുന്ന വീഡിയോ ക്യാമറയാണ്. പക്ഷെ അതിൽ മെമ്മറി കാർഡ് മിസ്സിംഗ് ആണ്. ഓക്കെ. ഫോക്കൽ പോയിന്റ് ഓഫ് ദി ഡാർക്ക് പ്ലേസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് അർത്ഥം? ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? പാർട്ട് 1. ഓക്കെ, മെമ്മറി കാർഡ് കിട്ടിയിട്ടാണ്. What was Alice working on? ഓക്കെ, പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു മെമ്മറി കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആലീസ് വാസ് പ്രിപ്പയറിങ് സംതിങ്. അതെന്താണെന്ന് നമുക്ക് ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നി ഈ മെമ്മറി കാർഡ് വീഡിയോ ടേപ്പിൽ ഇടാൻ പറ്റുമോ? അതിൻ്റെ മെമ്മറി കാർഡ് മിസ്സിംഗ് എന്നല്ല പറഞ്ഞു. അപ്പോൾ നോക്കി നോക്കാം. ആ, പറ്റും. മെമ്മറി കാർഡ് ഇടാൻ പറ്റും. ഇതാണല്ലോ ആലീസ്. എവിടെ കണ്ടുപരിച്ചുണ്ട്? ഫിലിം സ്റ്റാർ. When I was younger, photography was everything to me. I moved to New York thinking I'd make it as an artist. And then I met Alan. We had a good thing. We were both dedicated by our creative ambitions.
The only difference was that Alan's work made money. Okay. He brought me work when he could. I took his promo shots, created covers for his books. I'm sure he forced his publisher into it. I was taking photos, just not my photos. And that gnawed at me. Things got complicated sometimes, but that's life, right? We loved each other. ഓക്കെ ഇവരെ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ചെറുപ്പം മുതൽക്ക് ഇവളുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ആയിരുന്നു. പിന്നീട് അലനെ കണ്ടുമുട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അവർ അവരുടെ പാഷനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഇവൻ പുസ്തകം എഴുതുന്ന ആളാണ്. അതേപോലെ തന്നെ ഇവളുടെ പാഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ അത് ഇവൾ ഫോട്ടോസ് എടുക്കായിരുന്നു. ഇവൾക്ക് വേണ്ടി മാത്രമല്ല, ഇവൻ്റെ കവർ പേജസിന് വേണ്ടിയും ഫോട്ടോസ് എടുക്കായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. ബാക്കി നമുക്ക് കേട്ട് നോക്കാം. Then Alan hit a block. ഓക്കെ, ഹിറ്റ് എ ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റേഴ്സ് ബ്ലോക്കാണ്. One I didn't like. I set up a trip to see a doctor in Washington. I didn't tell him until we got there. We argued. Things went wrong. ഫസ്റ്റ് ഗെയിമിൻ്റെ സ്റ്റോറി ആയിട്ട് ഇവള് പറയുന്നത്. Drowned, allegedly. Easy for people to think it was my fault. Hell, I do too sometimes. അതായത് പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയി. ഇവനെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ആ ഒരു അസുഖം വന്നു. അതെന്താണെന്നൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറി റീക്യാപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് കാണാം. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു കോൺവെർസേഷനിൽ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇവനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. എന്നിട്ടൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ തമ്മിലൊരു വഴക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നീട് ഇവള് മീറ്റ് ചെയ്തിട്ടില്ലാന്ന്. ഓക്കെ, അത് മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇവള് നേരെ ഡാർക്ക് സ്പേസിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ സ്റ്റോറിയൊക്കെ ചെയ്തിട്ട് ഇവളെ റിയാലിറ്റിക്ക് കൊണ്ടുവരും. ഇവൻ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. പക്ഷേ ഇവള് വിചാരിച്ചിങ്ങനെ ഇവൻ ആ ലേക്കിൽ ഡ്രൗൺ ചെയ്തു പോയെന്നാണ്. ഓക്കെ, പിന്നീട് ഇവൻ ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് അത്രേ അറിയുള്ളൂ. ഇവൻ മുങ്ങി മരിച്ചു എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇവൾക്ക് അറിയുള്ളൂ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. About 6 years ago, I started hearing noises in the night. Typewriter keys clacking. Voices. Alan was back. Haunting me. ഓക്കെ, അതായത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവള് രാത്രിയിൽ ഓരോ സ്ട്രേഞ്ച് നോയ്സസും ടൈപ്പ് റൈറ്ററിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അലൻ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, Then it got violent. It was Alan. And yet, it was a monster. ഓക്കെ, അപ്പോൾ അത് അലൻ തന്നെയായിരുന്നു. പക്ഷേ ഇവൾക്ക് അറിയാവുന്ന ഒരു അലനല്ലായിരുന്നു. He always did have anger in him. ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഭയങ്കര വയലൻ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. I set up cameras around the apartment with motion sensors and flashes. Now, when the monster comes, I turn it into art. My nightmares caught on film. And this is the focus of my new exhibition. ഓക്കെ, To show people the world is so much darker than they ever knew. I'm calling this exhibit The Dark Place. സ്ട്രേഞ്ച്. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ Scratch was terrorizing her. ഓക്കെ, അപ്പോൾ സ്ക്രാച്ചാണ്.
ഓക്കെ, അപ്പോൾ ഇവൾക്ക് അത് തോന്നലായിരുന്നു. ഓക്കെ, അതായത് രാത്രി ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരുന്ന് ടൈപ്പ് റൈറ്റിങ്ങും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾക്കൊരു ഡൗട്ട്, അത് റിയൽ ആണോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോൾ ഇവൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പല ഭാഗത്തായിട്ട് ക്യാമറാസും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ക്യാമറ നോക്കിയതപ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, അലൻ്റെ രൂപത്തിൽ അങ്ങനെ ഒരാളുണ്ട്. സോ അത് ഇവൾ റെക്കോർഡ് ചെയ്തു. എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഇവൾ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അത് എക്സിബിഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നീട് ആലീസ് എവിടെ പോയെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കണ്ടോ എക്സിബിഷൻ അവൾ തയ്യാറെടുക്കുന്നതിൻ്റെ കുറച്ച് പേപ്പേഴ്സാണ് നമ്മൾ കണ്ടത്. ഫോട്ടോസ് കണ്ടോ, ഇവളെ ക്യാമറയിലെടുത്ത ഫോട്ടോസായിരിക്കും അവൻ അറിയാതെ. ഓക്കേ, അപ്പോൾ ഇതിൽ എഫ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, ദി ഡാർക്ക് പ്ലേസ്, ദി ആർട്ട് ഓഫ് ആലീസ് വേ. അപ്പോൾ ഡാർക്ക് പ്ലേസ് എന്നായിരുന്നു ഇവളുടെ എക്സിബിഷൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ പേര്. കണ്ടോ, ദി ഡാർക്ക് പ്ലേസ്. അതിൽ മിസ്റ്റർ സ്ക്രാച്ചിനെ കാണിക്കുന്നുണ്ട്, ഇവൻ്റെ ഇവൾ വേർഷൻ. ഓ, നമ്മൾ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് കയറിയിടാം. ഇത് നമ്മുടെ ആ റൂമല്ലേ, റൈറ്റീസ് നമ്മൾ കഥ I sat എഴുതിയിരുന്ന in the റൂം. writer's room and wrote a story. Initiation. To project myself through the dark place, to look for a way out. The story had brought me here, brought me nowhere. Looped me back. I was writing the story. And in the story, I now stepped into the writer's room. But there was no one here writing. ഓക്കെ, ഇവിടെ ആരോ ഇരിക്കണ്ടല്ലോ. ഇതാവൻ തന്നെയാണല്ലോ. ഓക്കെ, അവനാരോ കൊന്നിരിക്കുന്നു. എന്താ സംഭവം? എന്താ റിട്ടേൺ ബൈ സ്ക്രാച്ച്. ഓക്കെ, കണ്ട അത് കണ്ട, റിട്ടേൺ ബൈ സ്ക്രാച്ച്, അവിടെയാണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാര ആൻഡർസനായിട്ട് കളിച്ചിരുന്ന സ്റ്റോറി എന്ന് പറഞ്ഞത് റിട്ടേൺ ആണ്. അപ്പോൾ അത് ഇവ എഴുതിയതല്ല. ഓക്കെ, ഇവ എഴുതിയ ഇനീഷ്യേഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ മറ്റൊരു നോവലാക്കിയിട്ട് നമ്മുടെ സ്ക്രാച്ച് എഴുതിയ കാര്യങ്ങളാണ് റിയാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ നൈറ്റിംഗിൾ അവിടെ വന്ന് അറ്റാക്ക് ചെയ്യണതും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രാച്ച് എഴുതി മാറ്റിയ ഇവൻ്റെ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോവൽ എഴുതി മാറ്റങ്ങൾ വരുത്തിയിട്ട് റിയാലിറ്റിയിലേക്ക് വന്നതാണ് നമ്മുടെ റിട്ടേൺ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അയ്യോ, സ്റ്റോറി ഇപ്പോഴും നല്ല കൺഫ്യൂസിങ് ആണ്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സീ. ഓക്കെ, നമ്മളപ്പോൾ അതെ റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തിയിട്ടാ ഫൈനലി. അതായത് അലൻ വേക്കായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. Okay, let's recap what you've told us so far, Alan. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോട്ടാ. അവൾ പറയുന്നുണ്ട് ഇതുവരെ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, എന്താ സംഭവിച്ചതെന്ന് അവൾ ഒന്നുകൂടി ഒന്ന് പറയും. For the past 13 years, you've been trapped in a nightmare dimension called the Dark Place. Yeah. It's like New York, but it's not New York. And can be reached from the bottom of Cauldron Lake, but it's not really under the lake. And after all this time, you've managed to get out. Yeah. But so has your evil doppelganger, Mr. Okay, Scratch. Mr. Or is it Scratch. the Dark Presence? Both. It's interchangeable. He's Scratch when he looks like me, but he can change into this other form. And Scratch, the Dark Presence, wants to rewrite the world in his own image. Which would be in your image, as he looks just like you. And turn the world into a fucking nightmare. During Deerfest, which is scheduled to take place in a couple of days. You got out of the Dark Place by writing a novel, the pages we've been finding. But your double edited it into a horror story that's now changing reality, taking over people, making them crazy,
bringing the dark place to Bright Falls. Yes, fiction coming in contact with the dark place can change reality. The story is coming true, soaking into everything like darkness when night falls. But last time This will be back in 2010. Yes, last time it didn't happen all at once. The story came true bit by bit as it unfolded. And that dark presence was still bound to the lake. I stopped it before it got the ending it wanted. Before it broke free. Based on that, there's still time. Which brings us to your magical light switch. The clicker. Magical doesn't quite cover it. Scratch wants it to bring about his ending. That can't happen. If I can get the clicker, I can send him back to the dark place, make all this shit go away. ഓക്കെ, അപ്പോൾ സംഭവം കേട്ട ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മിസ്റ്റർ സ്ക്രാച്ചാണ് ഈ ഗെയിമിലെ വില്ലൻ. ഓക്കെ, അതായത് മിസ്റ്റർ സ്ക്രാച്ചും ഡാർക്ക് പ്രസൻസും രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഡാർക്ക് പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമിൽ പല ഭാഗത്തായിട്ട് നമ്മൾ കണ്ടു, ഒരു പുക പോലെ. ഇപ്പോൾ ലാസ്റ്റ് സീനിൽ അവനെ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കണ്ടു, ഒരു ഡാർക്ക് സ്മോക്ക് ഇവനെ കൺസ്യൂം ചെയ്യുന്നത് കണ്ടു, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ മിസ്റ്റർ സ്ക്രാച്ചും. ആ ഒരു സ്മോക്കിന് ഒരു രൂപം കൊടുത്താൽ അതാണ് നമ്മുടെ മിസ്റ്റർ സ്ക്രാച്ച്. മിസ്റ്റർ സ്ക്രാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കാണാൻ ഇവനെ പോലെ തന്നെയാണ്, അലൻ വേക്കിനെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അലൻ വേക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇവൻ്റെ കൂടെ തന്നെ സ്ക്രാച്ചും റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി സ്ക്രാച്ചിനെ നമുക്ക് തിരിച്ച് ഡാർക്ക് പ്ലേസിൽ എത്തിക്കാൻ ഒരു ഡിവൈസ് ആവശ്യമാണ്. ആ ഡിവൈസിൻ്റെ പേരാണ് ക്ലിക്കർ. അപ്പോൾ ഈ ക്ലിക്കർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് അലൻ വേക്ക് ഗെയിമിലും ഡാർക്ക് പ്രസൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. ഈ ക്ലിക്കർ തന്നെയാണ്. അപ്പോൾ ക്ലിക്കർ പേര് ക്ലിക്കർ എന്നാണെങ്കിൽ ഒരു സ്വിച്ചിൻ്റെ രൂപമാണ്. നമ്മൾ ലൈറ്റൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ടല്ലോ, സെയിം സ്വിച്ചിൻ്റെ പറയുന്ന പേര് തന്നെയാണ് ക്ലിക്കർ. അപ്പോൾ ഈ ക്ലിക്കർ സ്ക്രാച്ചിൻ്റെ കയ്യിൽ കിട്ടാണ്ട് മുമ്പ് നമ്മൾ കൈക്കലാക്കണം, ഇല്ലെങ്കിൽ സ്ക്രാച്ച് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വേൾഡ് മൊത്തം മുഴുവൻ ഒരു നൈറ്റ്മെയറാക്കി മാറ്റും. അതിന് മുന്നേ നമ്മൾ ആ ക്ലിക്കർ കൈക്കലാക്കണം. അത് കൈക്കലാക്കിയാൽ നമുക്ക് സ്ക്രാച്ചിനെ തിരിച്ച് സ്ക്രാച്ച് അല്ലെങ്കിൽ ഡാർക്ക് പ്രസൻസിനെ നമുക്ക് തിരിച്ച് ഡാർക്ക് പ്ലേസിൽ പൂട്ടിടാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Look, I know it's batshit crazy. My memory is full of holes, and I'm not sure how much I can trust. It's like a half-forgotten dream. Okay, let's continue. Mr. Wake, Alan, we've seen our share of batshit crazy in the past 24 hours. What I want to know is, why am I? Why are we written into the story? I think I saw you. Okay. Or a vision of you in the dark place. I think you helped me reach out and escape somehow. With that in the story, Scratch would have edited it to get to you. Okay, മനസ്സിലായി. We are all in danger. ട്രാൻസിഷൻ നോക്കിയേ, സിനിമാറ്റിക്സ് എന്ന് ഗെയിം പ്ലേക്കുള്ള ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ഇവള് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ഇവർ തമ്മിൽ ഒരു പരിചയമില്ല, ഇതിനു മുന്നേ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഇവളുടെ പേര് എങ്ങനെ ഇവൻ്റെ നോവലിൽ വന്നു എന്നുള്ളതാണ് ഇവൾ ചോദിച്ചൊരു കാര്യം. അങ്ങനെ പേര് നോവലിൽ വന്ന കാരണമാണ് ഇവൾക്കിപ്പോൾ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അലൻ പറയണത് എന്താ വെച്ചാൽ ഇവളെ കണ്ടിരുന്നു, നമ്മൾ കണ്ടു ലാസ്റ്റ് പ്ലേ ത്രൂവിൽ നമ്മൾ കണ്ടു. ഓവർലാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ, അതായത് ഡാർക്ക് പ്ലേസ് റിയാലിറ്റിയും കൂടി മെർജ് ചെയ്യണ ആ ഒരു ഓവർലാപ്പിൽ ഇവൻ എത്തിയപ്പോൾ നമ്മുടെ സാഗ ആൻഡേഴ്സൻ്റെ ഒരു വിഷൻ ഇവനെ കിട്ടി. അപ്പോൾ ഇവനെ മനസ്സിലായി ഇവളാണ് ഇവനെ പുറത്തേക്ക് റിയാലിറ്റിയിലേക്ക് വരാനുള്ള ഒരു മെയിൻ ഘടകം എന്നുള്ള കാര്യം ഇവൻ മനസ്സിലാക്കിയപ്പോൾ ഇവൻ ഇനീഷ്യേഷൻ അവൻ്റെ ആ ഒരു നോവലിൽ ഇവളുടെ പേര് എഴുതി ചേർത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് നമ്മുടെ സ്ക്രാച്ച് ഇവൻ്റെ നോവൽ ഒരു ഹൊറർ സ്റ്റോറി ആക്കി മാറ്റിയപ്പോൾ ഇവൾ കൂടി അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഒരു അവസ്ഥ. ഓക്കെ,
It's insane. And there's so much of it. Okay, heard of the cult of the tree ne kuriche kettundo chodikam, okay? Have you ever heard of the cult of the tree? Creepy bunch. In the habit of wearing deer masks, performing murder rituals, victims turning into monsters possessed by darkness, possibly inspired by a horror story written by a certain author. Ring any bells? The cult. Yes. Avanariya? They have the clicker. Okay, cult-ന്റെ കയ്യിൽ ക്ലിക്കർ ഉണ്ടെന്ന് പറയണേ. If the cult has the clicker, does that make them Scratch's followers? How are you so certain they even have the clicker? They could be working for Scratch. I don't remember. It's all confused. Alan, if I'm gonna act on this information, you need to be honest with me. Yeah, of course. Is he confused? Or is he hiding something? Okay, അപ്പോൾ ഇവനെങ്ങനെ അറിയാം ക്ലിക്കർ നമ്മുടെ കൾട്ടിൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിവരം ഇവനെങ്ങനെ അറിയാം, അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് പറയുന്നത്, അതോ ഇവൻ ഹൈഡ് ചെയ്യണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ ശരിക്കും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മൈൻ പാലസിലൊന്ന് പോയി നോക്കാം. മൈൻ പാലസിൽ എന്തൊക്കെയോ വന്ന് കിടക്കുന്നുണ്ട്. പ്രൊഫൈലിങ്, യെസ് പ്രൊഫൈലിംഗ് ഉണ്ട്. ഓക്കെ, Alan Wake, the cult and the clicker. Wake said the cult has the clicker. How does he know? The writer is the reader. The next chapter, the next chapter, the next chapter. Keep the pages safe, the dark shining up the words. Wake is hiding pages. That's how he knows the cult has the clicker. Okay, അടിപൊളി. അപ്പോൾ അതായത് ഇപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നത് മുതൽ ഇവൻ എന്താണോ എഴുതുന്നത് അതാണ് നടക്കുന്നത്. അപ്പോൾ ഇവൻ കൾട്ടിൻ്റെ കയ്യിൽ ക്ലിക്കർ ഉണ്ടെന്ന് പറയണ്ടെങ്കിൽ ഇവൻ അങ്ങനെ ഒരു പേജ് സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് ഇവൾക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ പേജുകളും ഇവൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പേജ് മാത്രമേ ഇവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പേജ് ഇവൻ ഹൈഡ് ചെയ്യാന്നല്ല അർത്ഥം. ഓക്കെ ഓക്കെ, ഇനി സ്ക്രാച്ചിനെ കുറിച്ച് നോക്കാം. Mr. Scratch. Where is he now? A cloud of wrath wears my face, the dark place in your place, scratching out my body of work. Scratch is here, in Washington. He's hunting Wake. ഓക്കെ, അപ്പോൾ സ്ക്രാച്ച് വാഷിങ്ടണിൽ തന്നിട്ടുണ്ടെന്നാണ് പറയണത്. നമ്മുടെ അലൻ വേക്കിനെ അന്വേഷിച്ചിട്ട് നടക്കണ്ടെന്നാണ് പറഞ്ഞത്. സ്ക്രാച്ച് ആൻഡ് വേക്ക്. Scratch looks just like Wake. Why? Why? Don't wake up the dreamer if your life is a dream. I swam to the shore, but the water is rising. Wake and Scratch are clearly connected. Maybe Scratch got out because Wake did. Or vice versa. ഓക്കെ, അപ്പോൾ സ്ക്രാച്ചും വേക്കും നല്ലോണം കണക്റ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ അലൻ വേക്ക് പുറത്ത് ചാടിയപ്പോൾ സ്ക്രാച്ച് ചാടിയതായിരിക്കാം, അല്ലെങ്കിൽ സ്ക്രാച്ച് പുറത്ത് ചാടിയപ്പോൾ അലൻ വേക്ക് പുറത്ത് ചാടിയതായിരിക്കാം. ഓക്കെ, എന്തായാലും രണ്ടുപേരും നല്ല കണക്റ്റഡ് ആണ്. അപ്പോൾ കൾട്ടിൻ്റെ കയ്യിൽ ക്ലിക്കർ ഉണ്ടെന്നുള്ള കാര്യം ഇവനെ അറിയാനുള്ള കാരണം ഇവ എഴുതിയ കുറച്ച് പേജസ് അവൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സാഗയ്ക്ക് കൊടുക്കാതെ. ഓക്കെ, yeah. Okay, Mr. Wake. I know you have more pages of the manuscript on you. You don't understand how vital these pages are. They're the only way I can know what's coming. You're not the only one trying to solve this. This is our job. Okay. Here. അവൻ പറഞ്ഞ പോലെ പേജസ് ഹൈഡ് This is ചെയ്യുന്നുണ്ട്. all I have. Be careful with them. ഓക്കെ, പേജസ് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വെക്കണം, കാരണം സ്ക്രാച്ചിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇതൊക്കെ അവൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഇടും. ഓക്കെ, ലേൺ മോർ അബൌട്ട് ദി ക്ലിക്കർ. Inside the trailer, at the outskirts of Watery, Saga had seen Wake's fabled clicker for the first time, in the hands of the cult of the tree. A cultist stared at her. She drew her weapon. ഓക്കെ, വാട്ടറിയിലുള്ള ഒരു ട്രെയിലറിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയണത് ക്ലിക്കർ. അപ്പോൾ ക്ലിക്കർ വെറുതെ
വെറുതെ ഇരിക്കല്ല, നമ്മുടെ കൾട്ട് മെമ്പേഴ്സിൻ്റെ ആരുടെയോ കയ്യിൽ ക്ലിക്കർ ഇവിടെ കണ്ടു എന്നാണ് പറഞ്ഞു, ഒരു ട്രെയിലറിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് കേസ് ബോർഡ് ഒന്ന് നോക്കട്ടോ. ഓ, അലൻ വേക്ക് ഇന്റർവ്യൂ. a lot of information, but this clicker seems like a good place to start. If we find that, then we find the cult. ഓക്കെ, അപ്പോൾ അലനെ ഇൻ്റർവ്യൂ ചെയ്ത് കുറേ ഇഷ്ടം പോലെ ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ പാസ്റ്റ് 2 വാക്ക് ത്രൂടെ എല്ലാ ക്ലൂസും നമുക്ക് ഇനി അറേഞ്ച് ചെയ്യണം. ദാറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ബിഗ് ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോറിയുടെ അതായത് നമ്മുടെ അലനെ ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടിയ എല്ലാ ക്ലൂസും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഡാർക്ക് പ്രസൻസ്. ഓക്കെ, അതിൽ ഇൻ ദി ഫോം ഓഫ് സ്ക്രാച്ച് ദി ഡാർക്ക് പ്രസൻസ് ഈസ് എഡിറ്റിംഗ് വേക്ക് സ്റ്റോറി. ഓക്കെ, അതായത് സ്ക്രാച്ചിൻ്റെ ഫോമിൽ ഡാർക്ക് പ്രസൻസ് വേക്ക് എഴുതിയ സ്റ്റോറി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു വേൾഡ്, ഈ ഒരു ലോകം ഒരു നൈറ്റ്മെയറാക്കി മാറ്റാൻ ഡാർക്ക് പ്രസൻസ് സ്ക്രാച്ചിനെ യൂസ് ചെയ്തിട്ട് വേക്കിൻ്റെ സ്റ്റോറി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൗ ടു സ്റ്റോപ്പ് ദി സ്റ്റോറി, എങ്ങനെ ഈ ഒരു സ്റ്റോറി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ അതായത് ക്ലിക്കർ സ്ക്രാച്ചിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നമ്മളത് കൈക്കലാക്കണം. ആ ക്ലിക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രാച്ചിനെ ഡാർക്ക് പ്ലേസിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെ നമുക്ക് ഈ സ്റ്റോറി അങ്ങനെ എൻഡ് ചെയ്യാം, നല്ലൊരു എൻഡിങ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ക്ലിക്കർ നമ്മുടെ കൾട്ടിൻ്റെ കയ്യിലുണ്ട്. സോ അതായിരിക്കും നമ്മുടെ മിഷൻ. ട്രാക്ക് ഡൗൺ ദി ക്ലിക്കർ ഇൻ വാട്ടറി. ഓക്കെ, വാട്ടറിയിലുള്ള ഒരു ട്രെയിലറിൻ്റെ ഉള്ളിൽ ഈ ക്ലിക്കർ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി വാട്ടറി. It's all on the page. The clicker, the cult. Okay, I'll head to Watery and find this trailer. Casey, you stay here and keep an eye on Mr. Wake. Got it. No, you need me there. No dice, pal. This is an FBI investigation, and I don't see a badge on that flannel. Okay, from now on you can switch between Ala and Saga stories via the bucket in the janitor's break room. ഫീൽ ഫ്രീ ടു പ്ലേ ഇൻ വാട്ട് എവർ ഓർഡർ യു ചൂസ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് 2 പേരായിട്ട് കളിക്കാം. ഒന്നില്ലെങ്കിൽ അലൻ വേക്കായിട്ട്, ഇല്ലെങ്കിൽ സാഗയായിട്ട്. 2 സ്റ്റോറി ആർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, അലൻ വേക്കിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഡാർക്ക് പ്ലേസിൽ നടക്കുന്ന സ്റ്റോറി ആയിരിക്കും. അത് കണ്ടിന്യൂ ചെയ്യണോ അതോ സാഗയുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യണോ? ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് നേരം സാഗയുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അലൻ വേക്കിലേക്ക് പോവാം. കാരണം അലൻ വേക്കിൻ്റെ സ്റ്റോറി കളിച്ച് നമുക്ക് വട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ സാഗയുടെ കുറച്ച് ഒരു ഇതുണ്ടാവും, കുറച്ച് ആശ്വാസമായിരിക്കും നമുക്ക്. സോ ലെറ്റ്സ് ഗോ. എങ്ങനെയാണ് പുറത്തേക്ക് എങ്ങനെ കിടക്കാം? അടിപൊളി.